ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് പോവാണ് കേട്ടോ. നമ്മളെ ബഡ്ജറ്റിൻ്റെ അടുത്തൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, എക്സ്പോ പോലത്തെ, അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. പെട്ടെന്നുള്ള തീരുമാനത്തിലാണ്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പുറത്തുനിന്നേ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് മത്സ്യകന്യകനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതേ ഒരു യൂട്യൂബർ അതിൽ നടന്ന് പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഓട്ടോ ആണ് കേട്ടോ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതേ അവിടെ ഇറങ്ങി നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ആ തറവാട്ടത്തോലൊക്കെ മറ്റേ ഓട്ടോയിൽ എത്തിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ടീമും കൂടി എത്താണ്ട്, പക്ഷേ ഓല് നമ്മൾ കയറിയതിന് ശേഷം എത്തുള്ളൂ കേട്ടോ. ഓല് ഇപ്പോൾ പോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഏതായാലും നേരത്തെയാണ്. അപ്പോൾ എൻ്റെ സ്വത്തുമണി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കാൻ കേട്ടോ, എന്താണ് ഇവിടെ നടക്കാൻ പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉമ്മമാനും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ പൊതുവേ അങ്ങനെ പുറത്തൊന്നും പോവാത്തൊരു ടൈപ്പ് ആളാണ്. പക്ഷേ നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ച് ഉമ്മാനും കൊണ്ടുവന്നു. നേരെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 100 രൂപ ഉണ്ട് വരുന്നത്. പിന്നെ 4 വയസ്സിന് മുകൾക്കുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം, അതിൻ്റെ താഴേക്കുള്ളവർക്ക് വേണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ കയറി ചെന്നേക്ക് നമ്മൾ കാണുന്നത് ആരെയാണെന്ന് അറിയുക ഗൈസ്, ഉടുമ്പിനെ ഉണ്ടോ. ഉടുമ്പനല്ലത് ഉടുമ്പാണോ ഞാൻ അരയണ്ണാണോ ഒന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എൻ്റെ കുട്ടി പോടിച്ച് മീനുകളുടെ ഒരു ലോകം തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ്. പല വെറൈറ്റി മീനുകളും ഉണ്ട്. 100 രൂപ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ കുറേ കാണാനുണ്ട്. പിന്നെ നമ്മൾ കാര്യമായിട്ട് വന്നത് മത്സ്യകന്യകനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മീനുകളുടെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് മത്സ്യകന്യകൻ്റെ അടുത്ത് നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ ദേ പല വെറൈറ്റി മീനുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് അങ്ങനെ പുറത്ത് വരാൻ ഒരു മടിയാണ്. അങ്ങനെ പൊതുവേ ഒന്നിക്കും വരാത്ത ആളാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക്. പിന്നെ അത് നമ്മളെ തലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒരുപാട് മീനുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തൊട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ഒരു റിയാക്ഷനും ഇല്ല ഗൈസ്, കണ്ണാണില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കണേ ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ അത് എൻ്റെ സ്വത്തുമണി കാട്ടി കൊടുക്കുന്നുണ്ട്. അവൻ കാണുന്നുണ്ടെങ്കിൽ വലിയ വലിയ മീനുകളെ ഭയങ്കര പേടിയുണ്ട്. ചെറിയ ഐറ്റംസ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതേ ആമകളുണ്ട്. ആമകളെ കാണാൻ പിന്നെ നല്ല രസമാണല്ലോ. അതിൻ്റെ തല തന്നെ വേറൊരു വെറൈറ്റി ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമനെ. ഞങ്ങളെ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പം ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ടിട്ട് ഓടുന്നതിലൊക്കെ. ഇപ്പം കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം കയ്യിലില്ല. പിന്നെ നമ്മൾ കണ്ടത് പാമ്പിനെ ആയിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഈ ഒരൊറ്റൊരു പാമ്പ് തന്നെ ഉള്ളൂ. അതങ്ങനെ ചുരുണ്ട് കൂടി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ കണ്ട് പിന്നെ നമ്മളങ്ങനെ നടന്ന് പോയി. പിന്നെ വല്ലാണ്ട് എവിടെയും തങ്ങിയിട്ടില്ല. നമുക്ക് മത്സ്യകന്യകനെ കാണണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് തന്നെ മീനാളൊന്നും ഒന്നുമില്ലല്ലോ ഗൈസ്. മത്സ്യകന്യകളുള്ളപ്പോൾ പിന്നെ മീൻ എന്തില്ലേ, നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മീനാളൊക്കെ കണ്ടു പോവാണ്. അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ മത്സ്യകന്യക കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ചെന്ന ടൈമിൽ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളും എത്തി ഗൈസ് മത്സ്യകന്യകൻ്റെ അടുത്ത് കേട്ടോ. ആദ്യം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറേ ടൈം നമ്മൾ ബാക്കിൽ ഇങ്ങനെ നിന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഒഴിഞ്ഞ ടൈമിൽ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അപ്പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഓരൊക്കെ മെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ടാണ് ആൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ കാണാനും നല്ല അടിപൊളിയാണ് ഗൈസ്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് കാണണം നിങ്ങൾ പോയിക്കാണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ കാട്ടിലൊക്കെ നല്ല രസമുണ്ട്. നീന്തലൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. എൻ്റെ സ്വത്തുമണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉമ്മയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ടൈം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടുണ്ട്. അതിനെ കണ്ടാൽ പിന്നെ അവിടുന്ന് പോരാൻ തോന്നൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ ഉള്ളത് റോബോട്ടാളാണ് കേട്ടോ. എൻ്റെ സ്വത്തുമണിക്ക് അതിനെ കാട്ടി കൊടുക്കുന്നുണ്ട് സാധനം അവിടെ നിന്നിട്ട്. പക്ഷെ ഓനക്ക് അതിനെ പേടിയാണ് കേട്ടോ ഗൈസ്. ഓൻ നിൽക്കണില്ല. കാട്ടി കൊടുത്തിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നാലെ
ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ റോബോട്ട് അപ്പുറത്തുണ്ട്. ആദ്യം നമ്മൾ ഇതിനെങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. എൻ്റെ സ്വത്തിന് ഭയങ്കര പേടിയായിനെ. ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ കൈ കൊടുക്കും വിചാരിച്ചിങ്ങനെ നിർത്തി. പക്ഷേ ലാസ്റ്റ് കരഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അലമ്പാക്കും, പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഓനെ എടുത്തുകൊണ്ട് നമ്മൾ പോന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ വലിയ റോബോട്ട് ഉണ്ട് ഗൈസ്. ഇതിനെ കണ്ടോ? നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. വലിയ റോബോട്ടാണ് ഇട്ടത്. ഇതിനെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. തലക്കൊക്കെ ഓരോ മേട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളെല്ലാവരും അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറേ നേരം നോക്കി നിൻ്റെ സ്വത്തുമണിക്ക് ഇതേ കൈയൊക്കെ കൊടുത്തിട്ടോ. ഓനക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ കാണുന്നത് പേടിയാണ് കേട്ടോ ഗൈസ്. എന്താണെന്ന് അറിയില്ല, ചെറുക്കിന് ഭയങ്കര പേടിയാണ്. എൻ്റെ മാതിരി തന്നെ വെറും പേടിത്തോണ്ടനാണേ. ഞങ്ങൾ വന്നത് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 10:15 ആകുമ്പോഴേക്കും തന്നെ ഇവിടുത്തെ അത്യാവശ്യ റൈഡുകളൊക്കെ ക്ലോസ് ചെയ്യും. ഒക്കെ ഒരു നിർത്തും. 10:15 തോന്നുന്നുണ്ട് ലാസ്റ്റ് ടൈം. അപ്പോൾ എല്ലാവരും നേരത്തെ വരാൻ ശ്രമിക്കുക. റൈഡിലൊക്കെ കയറാൻ ഉദ്ദേശിക്കണമല്ലാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരുന്നത് കാരണം നല്ലത് കേട്ടോ. അപ്പോഴാണ് എല്ലാ സംഭവം ഉണ്ടാവുക. ഞങ്ങൾ പുറത്തെത്തിയപ്പോൾ തന്നെ ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ വേറെ റോബോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ ഫോട്ടോ എടുത്ത് തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സ്കാൻ ചെയ്താൽ ആ ഫോട്ടോ നമ്മളെ ഗൂഗിളിൽ വരും ഗൈസ്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ റോബോട്ടിൻ്റെ അടുത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളും പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതേ നമ്മൾ പോയ ടൈമിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സംഭവമൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കിക്കോലോ അല്ലേ ഗൈസ്. ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ നോക്കി നിൽക്കിയിരുന്നു. ഇത്രയും വലിയ റോബോട്ടോ ഇത് എങ്ങനെയുടെ പ്രവർത്തിക്കണമെന്നൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ സ്വത്തുമണിക്ക് കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനിതാ കൈ കൊടുത്തപ്പോൾ പെട്ടെന്ന് വലിച്ചിട്ടോ ഒന്നാണ്ട് കൊടുത്ത് ഗൈസ്. തല്ലി ഈ ചെറുക്കൻ അങ്ങനെ തന്നെയാണ് ഗൈസ്. എന്താണ് ചെയ്യുക. പിന്നെ അതേ നമ്മൾ സെൽഫി വീഡിയോ എടുത്തു. ഇവനോട് ആദ്യം നോക്ക് ഞാൻ പറഞ്ഞിട്ട് ആരടാ അതിൻ്റെ അടിയിൽ ഒരു ബംഗാളി. പഠിച്ചോനെ എൻ്റെ ആരുമല്ല കേട്ടോ ഗൈസ്. ഈ ചങ്ങായി എപ്പോഴതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് ഞാൻ ഇപ്പം കാണാണ്. ഏതോ ഒരു ബംഗാളി ഉണ്ട് ഗൈസ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ. അങ്ങനെ നേരെ നമ്മൾ പിന്നെ പാമ്പിനെ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അവിടുന്ന് മീറ്റ് ചെയ്തതായിരുന്നു. ഇവള് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും എന്നെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെയാണ് നോക്കണത് ആ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. ഇവൾക്ക് ഭയങ്കര ധൈര്യമാണ് ഗൈസ്. ഇവള് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലേ ഭയങ്കര ഒരു വില്ലാടിയാണ്. എന്താ പറയുക, വില്ലാടിയല്ലേ പറയുക, കില്ലാടി ഗൈസ്. ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. അങ്ങനെ ഓൾ അതിനൊക്കെ വെച്ചിട്ട് പിന്നെ ഓൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാമ്പിനെ പിടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ എന്തായാലും പിടിക്കൊന്നുമില്ല. ഇവരൊക്കെ പിടിക്കുമ്പോൾ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വത്തിന് ആദ്യം കാട്ടി കൊടുത്തപ്പോൾ അതിനും പേടി തന്നെയാണ് കേട്ടോ. പക്ഷേ സിനിമകൾ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്ക് പിന്നെ അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര ധൈര്യമാണ് ഗൈസ്. എൻ്റെ അനിയത്തിക്കാണ് പിന്നെയും പേടി കേട്ടോ. കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് എനിക്കും തന്നെ പേടി പോവൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ മനു പറഞ്ഞു കൊടുക്കണ്ടെന്ന് കേട്ടോ. കാരണം ഇനി അഥവേ കൊത്തിക്കഴിഞ്ഞാലോ പേടിച്ചിട്ട്. അപ്പോൾ ഇതിനിതേ നമ്മളെ കസിനും അമ്മായിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓല് എത്താനാണ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓലും എത്തി. അങ്ങനെ ഓല അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ അതേ കൈമാറി നിൽക്കുകയാണ്. ആ ചങ്ങായിയാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഈ ബംഗാളിയാണ് അയാൾ. അപ്പോൾ അയാൾ പറഞ്ഞിട്ട് ഞാൻ കടിച്ചാലും ആ പാമ്പ് നിങ്ങളെ കടിച്ചൂല എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും പാവാണ് ആ പാമ്പ് എന്നാണ് പറയണത്. AC റൂമിലേക്ക് കിടന്നുറങ്ങുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം തന്നെ ആയിരിക്കും ഗൈസ്. അപ്പോൾ അതേ ഇവിടെ തോളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പാമ്പ് തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സീനില്ലാത്തൊരു പാമ്പാണ് തോന്നുന്നുണ്ട്. പിന്നെ അസിമോൾ ഇതേ കത്തിലിട്ടു. ഈ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം പേടിയില്ല ഗൈസ്. ഞങ്ങൾക്കൊക്കെ എല്ലാം പേടിയാണ്. ഇത് ചളിപ്പണ്ണിന് ഒരു പേടിയില്ല കേട്ടോ. ഞങ്ങൾ തന്നെ അന്ത വിട്ട് ഇവള് കാട്ടുന്നുണ്ട് കേട്ടോ. ഒരു പേടിയില്ല കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ഉമ്മ എടുത്തോക്കാം വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അതിന് ഉമ്മയും കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും പറയാൻ നിൽക്കുകയാണ് പെണ്ണ്. അപ്പോൾ കരഞ്ഞിട്ടുണ്ട്. അതാണ് ആളെ കൺമശയൊക്കെ പരന്നേക്കണത് കേട്ടോ. വേറെ ഒന്നല്ല, ഓളെ ഉമ്മയും അബി കൂടി വന്നപ്പോൾ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾക്ക് എന്തോ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്, കൊണ്ടുപോകൽ നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓല് സോപ്പിട്ട് കണ്ട് പറഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞതേ മനും തോളിലിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഇതിനെ കാണുമ്പോൾ ഒരു ഭയങ്കര പേടിയാണ് ഗൈസ്. ധൈര്യം ഉണ്ടോ ചോദിച്ചുണ്ട്, ഇല്ലേ ചോദിച്ചില്ല. അങ്ങനെ ഭയങ്കര പേടിത്തൊണ്ടെത്തിയാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എനിക്കിങ്ങനെ ഇടണം എന്നുള്ള ആ ഒരു സംഭവം വരും. പക്ഷേ ഞാൻ ഇടൂല ഗൈസ്. അതാണ് എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പിന്നെ അതേ നമ്മളെ അമ്മോനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മോന് പിന്നെ ഒരു സാധനം പേടിയില്ല, പാമ്പായിട്ടല്ല. അപ്പോൾ അതായത് അമ്മോൻ്റെ മോളാണ് കേട്ടോ, വലിയ മോള്. ഇത് ഭയങ്കര പേടിത്തൊണ്ടെത്തിയാണ്. ഇതിൻ്റെ എക്സ്ട്രാ ആണ് കേട്ടോ. ഓള് എക്സ്ട്രാ ലെവലാണ് ഗൈസ്. ഭയങ്കര പേടിത്തൊണ്ടെത്തി. പാമ്പിനെ അവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ ഇയാളെന്താ ഞാൻ സൂം ചെയ്ത് കാണിക്കണമെന്നല്ലേ, ഈ റോബോട്ടിൻ്റെ ഉള്ളിൽ ഈ ചങ്ങായിനല്ലോ ഗൈസ്. ഞാൻ പിന്നെയാണ് അറിയണത്. ഞാൻ സംഭവം എന്താ വിചാരിച്ചറിയോ, ശരിക്കും ഇത് റോബോട്ടാണെന്നാണ്. പക്ഷേ ചിലവരൊക്കെ പറയേണ്ടിയിരുന്നു ഇത് ഒറിജിനൽ അല്ല, അതിൻ്റെ ഉള്ളിൽ ആളാന്നൊക്കെ. പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഓനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് സർക്കസ് കാട്ടണത് എന്നുള്ളത് ഗൈസ്. അപ്പോൾ ശരിക്കുള്ള റോബോട്ടല്ല, എല്ലാവരും പറ്റിച്ചതാണ് കേട്ടോ ഗൈസ്.
പിന്നെ നമ്മൾ നേരെ പോപ്കോൺ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ പുറത്തൊക്കെ ഇതിന് 50 രൂപയേ ഉള്ളൂ, പക്ഷേ ഇവിടെ 60 രൂപയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തിനും എക്സ്ട്രാ റേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ പോലെയല്ല. ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമല്ല, ടോയ്സും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. നമ്മളിൻ്റെ സ്വത്തുമണിക്ക് ഒരു ടോയ് നോക്കിയിട്ടുള്ള ടൈമിൽ ഓനക്കുള്ള സെയിം സാധനം ഉണ്ട് അവിടെ, പക്ഷേ അതിന് 30 രൂപ എക്സ്ട്രാ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ നല്ല സാധനങ്ങൾ അത് വേറെ ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തിന് ആവശ്യമുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ പണ്ടത്തെ മിഠായിയൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു മിഠായി എടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ എടുക്കാനും മറന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ വന്നത് റൈഡുകൾ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കയറുമെന്ന് ഇങ്ങനെ ആലോചിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ചാൽ കറങ്ങണിയിൽ കയറാമെന്ന്, പിന്നെ വിചാരിച്ചാൽ കറക്കൊന്നും നമുക്ക് സെറ്റ് ആവില്ല എന്ന് കേട്ടോ. അപ്പോൾ അത് എൻ്റെ അനിയൻ പറഞ്ഞു നമുക്ക് മറ്റീൽ കയറാം. അപ്പുറത്ത് വേറെ വലിയ സംഭവം ഉണ്ട്. അപ്പോൾ ഇവരിതാ പേരൊക്കെ എഴുതിച്ച് അതിൻ്റെ ഇടയിൽ മാലയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മോളിനോട് പറഞ്ഞു നമുക്ക് കയറില്ല ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് തല ഇറങ്ങും എന്ന് പറഞ്ഞു. അത് പിന്നെ എന്നെക്കാട്ടി വലിയ പേടിത്തൊണ്ടത്തെ കേസ്. പക്ഷെ അവൾക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അവൾക്ക് തല ഇറങ്ങും, പേടിയല്ല തല ഇറങ്ങും എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ തല ഇറങ്ങും പറയുന്നത് ഒരു ഐഡിയയാണ്, സംഭവക്ക് പേടിയാണ് കേട്ടോ. ഞങ്ങൾ കോട്ടക്കുന്നുമ്മ കയറിയ ടൈമിൽ ഇവൾ കരഞ്ഞാർത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മുമ്പ്. അപ്പയ്ക്ക് മനസ്സിലായി ഓക്ക് ധൈര്യക്കുറവാണ് ഗേയ്സ്. ഓക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് തല ഇറങ്ങും എന്നാണെന്ന് വേണമെങ്കിൽ പറയും. എന്തായാലേ വളവ്. പിന്നെ അതേ എൻ്റെ അനിയൻ സ്വത്തുമണി നമുക്ക് ഏതെങ്കിലും റൈഡ് കയറ്റണ്ടായിരുന്നു. അപ്പോൾ ഓനക്ക് പറ്റിയ റൈഡുകളൊന്നുമില്ല കേട്ടോ. പിന്നെ ആകെ പറ്റണ ഇതാണ്, അതും നമ്മൾ പിടിച്ചിട്ടിരിക്കണം. ഓനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ ചെറിയ ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഇവരെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അതേ അതിൽ കയറി കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ സ്വത്തുമണിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതേ എല്ലാവരോടും കറങ്ങുമ്പോൾ ബായ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ഓലെല്ലാവരും അതിൽ കയറിയിട്ട് നമ്മളെ മാമനും അതിലുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആളിതാ അവിടെ നിൽക്കുന്നുണ്ട് അജുമോളെ കൂടെ. പിന്നെ കഴിഞ്ഞ പോലെ ഇറങ്ങി എങ്ങനെ ഉണ്ട് എക്സ്പീരിയൻസ് വെച്ചപ്പോൾ പിന്നെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തള്ളി മറിച്ചിട്ടുണ്ട് ഗൈസ്. അതിൽ 2 കറക്കം കറങ്ങിക്കാണ്ട് അടിപൊളിയായിരുന്നു. എന്താല്ലേ മോളിത് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ പ്രോഗ്രാമൊന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഏകദേശം 10 മണി 10:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാം ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമാണെന്ന് പറഞ്ഞ പോലെ. പിന്നെ അതേ നമ്മൾ മറ്റേ റിങ് ഉണ്ടല്ലോ അത് എറിയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആ റിങ് മേടിച്ചിട്ട് ഇതാ എറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കിട്ടൂല എന്ന് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ഗൈസ്. എന്നാലും വെറുതെ ഒന്നുകൊണ്ട് പരീക്ഷിച്ച് നോക്കുക, അല്ലാതെ എന്തായാലേ ഒരു പൂതി അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാർ എറിഞ്ഞു, ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ അടുക്കതാ എൻ്റെ സ്വത്തുമണ്ണിയും കൊണ്ട് മോളി 2 കറക്കം കറങ്ങി വരാറിന് പോയത്. അപ്പോഴേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോയ മാതിരി വരല് നടക്കൂല മളയെ, എൻ്റെ ചെറുക്കം വിളിച്ചോടുത്ത് വരില്ലാന്ന്. കേട്ടില്ല, അവൾ അതിനും കൊണ്ട് പോയതാണ്. അതാ ഓൻ്റെ ഇഷ്ടത്തിന് മണ്ടത്. അങ്ങനെ അവിടെ മണ്ടട്ടെ വിചാരിച്ച് ഞങ്ങൾ എന്തായാലും റിങ് അറിയാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് എറിഞ്ഞു, ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ എറിഞ്ഞു ഗൈസ്. ഞാനും തന്നെ കിട്ടൂല എന്ന് ഉറപ്പാണ്, എന്നാലും വേണ്ട എറിയ തന്നെ. പക്ഷേ കിട്ടിയില്ല എന്നുള്ള പോലെ ഗൈസ്. ആ സോപ്പുമൊക്കെ എത്തി, സോപ്പിൻ്റെ പകുതിമേലാട്ടോ എൻ്റെ റിങ് നിന്നത്. പക്ഷെ കിട്ടിയില്ല ഗൈസ്. അയാൾക്ക് എന്നാലും തരേനുല്ലേ. പിന്നെ നമ്മളിതാ ഞാൻ കയറിട്ടോ. പക്ഷേ ഇത് പറയാതെക്കാൻ പറ്റില്ല ഗൈസ്. ആ ടൈം ആയപ്പോൾ എല്ലാതും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലോട് ഞങ്ങൾ കുറേ പറഞ്ഞാണ് കേട്ടോ ഒരു നമ്മളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കണ പെണ്ണും കൂടി ആ കൗണ്ടറിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് പോലും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും കൂടി കുറേ നിർബന്ധിച്ച പോലെ സമ്മതിച്ചു. അങ്ങനെ നമ്മൾ കയറി ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തിലൊക്കെ കയറണം. പേടിയാണ്, കൂക്കി ആർക്കൊക്കെ ചെയ്യും, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഇങ്ങനത്തിലൊന്നും എന്നെ കയറാക്കൂല. കാരണം ഞാൻ ഓർത്ത് വിളിച്ചു അമ്മാൽ ചാർക്കൂട്ട. അപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാണ് എന്നെ കയറ്റാൻ. ആര് കയറി എൽജി കയറിയത് അറിയും. പക്ഷേ ഞാൻ കയറി ഗൈസ്. ഞാൻ കുട്ടീനെ കൊണ്ട് കയറാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പകുതിക്കുന്ന ബില്ലിൻ്റെയൊക്കെ വാങ്ങി. ഞാൻ ആ സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. അപ്പോൾ ആരും എന്നെ സമ്മതിച്ചില്ല കുട്ടീനെ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി അവനെ കൊണ്ടുവരാത്ത എന്തുകൊണ്ടും നന്നായിന്ന്. ഞാൻ തന്നെ എങ്ങനെയൊക്കെ അതിൽ പിടിച്ചിരുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഗൈസ്. അമ്മമാർക്കത് പേടിയായിരുന്നു കേട്ടോ. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും അളകുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് ആകാശത്തിന് മേലെ കണ്ട തെങ്ങിന്റെ മേലെ എത്തി ഗൈസ്. ഞങ്ങൾ തെങ്ങിന്റെ മേലെ. അസ്മി എന്താണ് പറയാനുള്ളത്? കുറുമ്പാട്ടിന് കാര്യം ആവശ്യമില്ലാതെ കൂക്കണ്. അങ്ങനത്തെ എല്ലാവരും കൂക്കി ആർക്കായിരുന്നു കേട്ടോ. പിന്നെ അസിമോള് മാത്രമാണ് കൂക്കാതെ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ധൈര്യമാണ് ഗൈസോക്ക്, അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂക്കി ആർത്തു. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു രസം. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ താഴെ നോക്കി അറിയാൻ പറ്റും ആരും ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ക്ലോസ്
അയ്യോ അടിപൊളി. ഞമ്മക്കിപ്പോ ലാഭായില്ലേ പൈസ കൊടുക്കാതെ. ഞാൻ കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ വിചാരിച്ച് ഭായിമാരെ ഞങ്ങളെ ഫ്രീ ആയിട്ട് കയറ്റിയതാണ്. വേറെ ഒന്നല്ല, ടിക്കറ്റ് കൗണ്ടറത്തെ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി ഏതായാലും എടുക്കൂലെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ക്യാഷ് വാങ്ങിയിട്ടില്ലാന്ന്. പക്ഷെ അനിയൻ പറഞ്ഞു പിന്നെ ഗൈസ് എല്ലാവർക്കും ക്യാഷ് എടുത്തുക്കണോ കേട്ടോ. അപ്പോൾ 100 രൂപയാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തല്ലോ, അപ്പം അത്രയും മതി. ലാസ്റ്റ് ഇതേ അസിമോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. കുറേ കുറുമ്പ് കാട്ടെങ്കിലും പിന്നീട് ഓല കൂടെ പോകാമെന്നുള്ളത് സമ്മതിച്ചു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടനെ വരാമെന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഇതേ നമ്മൾ കിട്ടിയ വണ്ടിക്ക് കയറി കണ്ട എല്ലാവരും ഇതേ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് പോയി ജസ്റ്റ് കാണുക. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.